ഹിസ് എ ക്ലാസിക് ക്രിമിനൽ. ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ മിന്നും വിജയത്തിന് പിന്നാലെ ജോർജ് കുട്ടി എന്ന 4ാം ക്ലാസ്സുകാരന് കേരളക്കര ചാർത്തി നൽകിയ പേരാണിത്. അബദ്ധത്തിൽ പറ്റിപ്പോയൊരു കൈപ്പിഴയ്ക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു 4ാം ക്ലാസ്സുകാരൻ്റെ ചെറുത്തുനിൽപ്പിനും അത്രയും വലിയൊരു വിശേഷണത്തിന്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ദൃശ്യത്തിന്റെ 3ാം ഭാഗം. ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന്റെ കൃത്യമായ ക്യാരക്ടർ ആർക്കാണ് ആ ചോദ്യത്തിന് ഈ ഭാഗത്തിലൂടെ ജിത്തു ജോസഫ് നൽകുന്ന മറുപടി. അയാൾ മുമ്പും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ ഇതൊരു സൈക്കോളജിക് ഇമോഷണൽ ഫാമിലി ത്രില്ലറാണ്. ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം ഓർമ്മയില്ലേ? അതിലെ നിഷ്കളങ്കനായ കുസൃതി ചിരിയുള്ള പിശുക്കനായ ഒരു ജോർജ് കുട്ടിയെ. അയാൾക്ക് സ്വപ്നങ്ങളുണ്ടായിരുന്നു, ആഗ്രഹങ്ങളുണ്ടായിരുന്നു. സ്വന്തമായൊരു തിയേറ്റർ വേണമെന്നും അത് അധ്വാനിച്ചുണ്ടാക്കണമെന്നും ആ മനുഷ്യൻ സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ ദൃശ്യമെന്ന 3ാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ആ സ്വപ്നങ്ങളും കുസൃതിയും നിഷ്കളങ്കതയും പിശുക്കുമെല്ലാം പാടെ നഷ്ടപ്പെട്ടു പോയ ഓരോ സെക്കൻഡിലും അലേർട്ടായി ജീവിക്കുന്ന ഒരു മനുഷ്യനിലേക്കാണ് അയാൾ ഗതി മാറിയിരിക്കുന്നത്. തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന നിശ്ചയദാർഢ്യത്തിൽ നിന്നും വ്യതിചലിച്ച് പോകാത്തപ്പോഴും എന്തായും മാറരുതെന്ന് അയാൾ ആഗ്രഹിച്ചുവോ, ഒടുവിൽ അതിലേക്കാണ് അയാൾ എത്തിച്ചേരുന്നത് എന്നതാണ് ദൃശ്യം 3 എന്ന ചിത്രത്തിന്റെ തിരക്കഥയുടെ മികവെന്ന് എടുത്തു പറയേണ്ടി വരും. ഒരു ഓർഡിനറി മാൻ എക്സ്ട്രാ ഓർഡിനറിയായി അവതരിപ്പിക്കപ്പെടുന്നത് എക്കാലത്തെയും ഹിറ്റ് ഫോർമുലയാണ്. ദൃശ്യം പോലെയുള്ള ക്രൈം ത്രില്ലർ സിനിമകളിൽ കാണുന്ന ഒരുതരം പ്രത്യേകതയില്ലേ? പോലീസിന്റെ പിടിയിൽ നിന്ന് അകപ്പെട്ട് പിന്നീട് സ്വൈര്യ ജീവിതം നയിക്കുന്ന നായികന്മാർ. സത്യത്തിൽ അവർക്കൊരു സ്വൈര്യ ജീവിതം എല്ലായ്പ്പോഴും സാധ്യമാകാറുണ്ടോ? പ്രത്യേകിച്ചും ജോർജ് കുട്ടിയെപ്പോലെ ഒരു പാവം നാട്ടുംപുറത്തുകാരനാകുമ്പോൾ. ദൃശ്യം 3 എക്സ്പ്ലോർ ചെയ്യുന്നത് ആ യാഥാർത്ഥ്യത്തെയാണ്. കുറ്റബോധവും പശ്ചാത്താപവും ഈഗോയും പകയും വാശിയും എല്ലാം ഇനിയും തീരാത്ത അധ്യായം പോലെ അയാളെ വീണ്ടും തേടി ചെല്ലുന്നുണ്ട്. ആരെയും വിശ്വസിക്കാനാവാത്ത, എന്തിനേയും സംശയത്തോടെ നോക്കിക്കാണേണ്ടി വരുന്ന, കൈക്കൊള്ളുന്ന ചെറിയൊരു തീരുമാനം പോലും അത്യധികം ആലോചനയോടെ മാത്രം എടുക്കേണ്ടി വരുന്ന ഒരുതരം നിസ്സഹായത. ജയിലിലല്ലെങ്കിൽ പോലും അയാൾ പോലും അറിയാതെ ഒരു തടവറയ്ക്കുള്ളിൽ കഴിയുന്ന ഒരു മനുഷ്യന്റെ ചലനങ്ങൾ ഉൾക്കൊള്ളുന്ന അയാളുടെ ബോഡി ലാംഗ്വേജ്. മോഹൻലാലിനല്ലാതെ അത്രയും സൂക്ഷ്മമായി ജോർജ് കുട്ടിയെ മറ്റാർക്ക് അവതരിപ്പിക്കാനാകുമെന്ന് നമുക്ക് തോന്നിപ്പോകും. വീക്ക് പെർഫോമൻസുകൾക്കൊപ്പം ചില ക്യാരക്ടറുകൾ പലയിടത്ത് പാളിപ്പോകുന്നുണ്ടെങ്കിലും മോഹൻലാൽ എന്ന നടന്റെ ഒറ്റ പെർഫോമൻസിൽ പടം എലവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യ ഭാഗത്തെയും 2ാം ഭാഗത്തെയും പോലെ ഒരു മാസ് ത്രില്ലർ തിയേറ്റർ മൂവ്മെന്റ് ഒന്നും അവകാശപ്പെടാനില്ലെങ്കിലും രാജാക്കാട്ടുകാരൻ ജോർജ് കുട്ടിയെ കുറച്ചുകൂടി ആഴത്തിൽ, വൈകാരികത ഒട്ടും ചോരാതെ പ്രേക്ഷകരിലേക്ക് ചേർത്ത് വെക്കാൻ 3ാം ഭാഗത്തിന് കഴിയുന്നുണ്ട്. എനിക്കുറപ്പുണ്ട് ഈ നിമിഷം മുതൽ നമ്മുടെ അടുത്ത വരവിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അയാൾ. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് തന്നെയല്ലേ അയാൾക്കുള്ള ശിക്ഷയുമെന്ന് 2ാം ഭാഗത്തിന്റെ അവസാനത്തിൽ മുരളി ഗോപിയുടെ കഥാപാത്രം പറഞ്ഞു തീർക്കുന്നുണ്ട്. ആ ഡയലോഗാണ് സിനിമയുടെ ആകെത്തുകയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ അയാൾ ഈ കളി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹി ഡിസൈഡ് ടു ഇൻ ദിസ് വാർ, സോ ലെറ്റ് ഇറ്റ് ബി.